നമുക്ക് ലോകത്തിലേക്ക് പോകാം എന്ന ശീർഷകത്തോടെ ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം. ഈ യുഗത്തിൽ ദൈവം നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയിലെ വിവിധ പുരോഗതികൾ, ഗതാഗതം, ആശയവിനിമയം എന്നിവയും സുവിശേഷം ഫലപ്രദമായി പ്രസംഗിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വൈവിധ്യമാർന്ന ചുറ്റുപാടുകളും നൽകിയിട്ടുണ്ട്. അതിനാൽ നമുക്ക് വിദേശത്തേക്ക് പോകുവാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ സഭയുമായി ഇതുവരെ പരിചയപ്പെടാത്തവരിലേക്ക് എത്തിച്ചേരുവാൻ ഇന്റർനെറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ദൈവം നമുക്ക് നിരവധി സാങ്കേതിക വിദ്യകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല, ദൈവം നമ്മെ സഹായിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കുന്നതിനായി ദൈവം നിരവധി സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സമയമില്ലാത്തവർക്ക് പോലും ഇന്റർനെറ്റ് വഴി സുവിശേഷം അവരുടെ ഒഴിവു സമയങ്ങളിൽ കാണുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ ലോകത്തെ സുവിശേഷാവൽക്കരിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുവർണ കാലഘട്ടമായി നമുക്ക് യുഗത്തെ കാണുവാൻ കഴിയും. ഇന്ന് ഇവിടെ വിദേശത്തേക്ക് പോകുന്നവരും അല്ലാത്തവരുമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ രാജ്യത്തെ ഒരു വിദേശ രാജ്യമായി കണക്കാക്കുവാൻ കഴിയുന്നതാണ്. സ്വർഗരാജ്യം നമ്മുടെ ഭവനമായി നാം പരിഗണിക്കുകയാണെങ്കിൽ ഈ ഭൂമിയെ നമുക്കൊരു വിദേശ രാജ്യമായിരിക്കില്ലേ? ഈ ഭൂമിയിൽ നമ്മൾ ആത്മീയമായി അന്യരാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ സ്ഥലം നമ്മുടെ ഭവനമല്ല. ഇവിടെ നമ്മൾ ഫലപ്രദമായി പരദേശികളാണ്. ഭൗതികമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ സുവിശേഷത്തിന്റെ മനോഹരമായ വാർത്ത എല്ലായിടത്തും പ്രചരിപ്പിക്കുമെന്നും അങ്ങനെയല്ലാത്തവർ ഈ രാജ്യത്ത്, ആത്മീയ വിദേശ രാജ്യത്ത് ഉത്സാഹത്തോടെ സുവിശേഷം പ്രസംഗിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് മർക്കോസ് 16-ാം അധ്യായത്തിലേക്ക് തുറക്കാം. മർക്കോസ് 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി. അവിടുന്ന് എന്താണ് പറഞ്ഞത്? ലോകമെമ്പാടും പോവുകയും സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവത്തിന്റെ ഹൃദയം ലോകത്തോടും ഇടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ രംഗം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും സുവിശേഷം സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ബൈബിൾ പറയുന്നില്ലേ? അതുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും അടുക്കലേക്ക് പോകുവാൻ അവിടുന്ന് നമ്മോടു കൽപ്പിച്ചത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇതാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത്. ദൈവത്തിന്റെ ഹൃദയവും മനസ്സും മുഴുവൻ ലോകത്തെയും രക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ലഭിക്കുന്ന നിമിഷത്തിനായി അവിടുന്ന് കാത്തിരിക്കുന്നു. നമുക്ക് 1 തിമോഥെയോസ് അധ്യായം 2 വാക്യം 4 നോക്കാം. അധ്യായം 2 വാക്യം 4: അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനെ അറിയുന്നതിനു മുമ്പ് യേശുവിൽ വിശ്വസിച്ചവരെ തടവിലാക്കുകയും കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്ത ആളുകളിൽ ഒരാളായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. അതിനുശേഷം അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞതോടെ എന്തു സംഭവിച്ചു? കഠിനമായ സാഹചര്യങ്ങളിൽ പോലും ഒരിക്കലും പതറാതെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഖ്യാപിക്കുവാനും പ്രസംഗിക്കുവാനും സ്വയം സമർപ്പിച്ച വ്യക്തിയായി അദ്ദേഹം മാറിയിരുന്നില്ലേ? നമുക്കു ചുറ്റും നോക്കുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് അറിയുന്നതിനു മുമ്പ് അപ്പോസ്തലനായ പൗലോസിനെ പോലെ പെരുമാറുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് ദൈവസഭയെക്കുറിച്ച് അവർക്ക് ശരിയായ ധാരണയില്ലാത്തതിനാലാണിത്. അവരെ ഇതേക്കുറിച്ച് പഠിപ്പിക്കാത്തതു നമ്മുടെ തെറ്റാണ്. നാം ഉപദ്രവം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നതിന് പല ഘടകങ്ങളുണ്ട്. നാം അവരെ സത്യം പഠിപ്പിക്കുന്നില്ലെന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് നമ്മുടെ സഭയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിയാത്തതിനാൽ അവർ വിചിത്രമായ കിംവദന്തികളും ഓൺലൈനിൽ കണ്ടെത്തുന്ന തെറ്റായ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് അവർ നമ്മെ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നവർ ദൈവസഭയിൽ വരികയും
ദൈവസഭയിലെ അംഗങ്ങളെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ലോകത്തിൽ ഇതുപോലുള്ള ദൂതന്മാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാവരും ദൈവസഭയിലെ അംഗങ്ങളെ പോലെയായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും സമാധാനം നിലനിൽക്കുമായിരുന്നു. ഇത്തരം കഥകൾ കേൾക്കുമ്പോഴെല്ലാം നമ്മൾ അവരോട് പ്രസംഗിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാലാണിത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ശമര്യ മുതൽ ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ ദൈവം നമ്മോട് കൽപ്പിച്ചത്. ഇപ്പോൾ അധ്യായം 2:4 എഴുതിയിരിക്കുന്നതുപോലെ അവൻ ദൈവം സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും അവിടുത്തേക്ക് മറ്റെന്താണ് വേണ്ടത്? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. മനുഷ്യർ സത്യം അറിയണമെങ്കിൽ നാം അവരെ സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതല്ലേ? നാം ആദ്യം സത്യം അറിയുകയും സ്വീകരിക്കുകയും ചെയ്തതിനാൽ നമുക്കു ശേഷം വരുന്നവരെ ദൈവവചനം പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലോകത്തിലെ മനുഷ്യർ സത്യം കേൾക്കുമ്പോൾ ഏകദേശം എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മടങ്ങി വരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ സമയമെല്ലാം ദൈവസഭയെ ഉപദ്രവിച്ചത്? കാരണം നമ്മൾ ആരാണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവർ കിംവദന്തികൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. മാത്രമല്ല, അവർ അന്ധകാരത്തിന്റെ ശക്തികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഈ സ്ഥലം പ്രകാശം നിറഞ്ഞതാണ്. എന്നാൽ കിംവദന്തികൾ ഇരുട്ടിന്റെ ദേശം പോലെ പരന്നിരിക്കുന്നു എന്നവർ തിരിച്ചറിയുന്നു. ഗ്വനാക്കിലെ ഞങ്ങളുടെ സഭയിലാണ് മാതാവിന്റെ എക്സിബിഷൻ നടക്കുന്നത്. ഒരു ദിവസം ഒരു മധ്യവയസ്കയെ എക്സിബിഷനിലേക്ക് ക്ഷണിച്ചു. അവൾ വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു. അപ്പോൾ സഭയെക്കുറിച്ചുള്ള ഒരു വീഡിയോ അവൾ കണ്ടു. അതിനുശേഷം അവളുടെ ഹൃദയത്തിന് പൂർണ്ണാശ്വാസം ലഭിച്ചു. ഞങ്ങളുടെ സഭയുടെ മുൻവശത്തുകൂടി കടന്നു പോകുവാൻ പോലും കഴിയില്ലെന്നവൾ ഞങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കാതിരുന്നത്? ഞങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ ദൈവസഭയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തു കടക്കുവാൻ കഴിയില്ല എന്ന് അടുത്തുള്ള ഒരു സഭ കിംവദന്തി പരത്തിയതായി ഞങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾ സത്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ മറ്റു സഭയുടെ എല്ലാ വ്യാജങ്ങളും തുറന്നു കാട്ടപ്പെടുമെന്നും ദൈവത്തിന്റെ സത്യം വിജയകരമാകുമെന്നും ആ സഭയ്ക്ക് അറിയാമായിരുന്നു. തൽഫലമായി അവർ ഞങ്ങളെക്കുറിച്ച് ഭയങ്കരവും വിചിത്രവുമായ കിംവദന്തികൾ പ്രചരിപ്പിച്ചു. 20 വർഷത്തിലേറെയായി അവളെ ദൈവസഭയ്ക്കു സമീപം പോകുന്നത് അവർ തടഞ്ഞുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അവൾക്ക് ഞങ്ങളുടെ സഭയുടെ മുന്നിലൂടെ വളരെ വേഗത്തിൽ അവളുടെ വീട്ടിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നു. എന്നിരുന്നാലും അവൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. ഒരിക്കൽ അവൾ സഭയിൽ വന്ന് മാതാവിനെക്കുറിച്ചുള്ള എക്സിബിഷൻ കണ്ടപ്പോൾ അവളെ അത് വളരെയധികം സ്പർശിക്കുകയും മനസ്സിലാവുകയും ചെയ്തു. ദൈവസഭ ലോകമെമ്പാടും ഇത്രയും നല്ല സ്വാധീനമുള്ള ഒരു സഭയാണെന്ന് അവൾ ചിന്തിച്ചു. അതിനാൽ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇപ്പോൾ അവൾ ഒരു സന്ദേശവാഹകയായി അയൽപ്പക്കത്തുള്ള എല്ലാവരോടും ദൈവസഭ തീർച്ചയായും അത്തരത്തിലുള്ള സ്ഥലമല്ല, നിങ്ങൾ അവിടെ പോയി അത് സ്വയം നോക്കുക എന്ന് പറഞ്ഞു. മാത്രമല്ല, അവൾ മറ്റുള്ളവരെ ദൈവസഭയിലേക്ക് വരുവാനും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഞാൻ കേട്ടു. നമ്മൾ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുമ്പോൾ സാത്താന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയും സഭയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. മുൻകാല സഭയിൽ പോലും യേശുവിൽ വിശ്വസിച്ചവരെ മനുഷ്യ മാംസം ഭക്ഷിക്കുകയും മനുഷ്യരക്തം കുടിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര വിഭാഗം അല്ലെങ്കിൽ വിചിത്രമായ ആചാരങ്ങൾ നടത്തുവാൻ കല്ലറകളിൽ കൂടിവരുന്ന ഒരു വിഭാഗം എന്നും മുദ്രകുത്തിയിരുന്നു. ഇക്കാരണത്താൽ മുൻകാല സഭയിലെ വിശുദ്ധന്മാർ കഠിനമായ പീഡനത്തിനും അടിച്ചമർത്തലിനും വിധേയരാകപ്പെട്ടു. ഇന്ന് ഈ യുഗത്തിലും അങ്ങനെ തന്നെയാണ്. അതിനാൽ 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ ദൈവം നമ്മോട് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നത് നാം ഓർക്കണം. സകല മനുഷ്യരാശിയും സത്യമറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് ദൈവത്തെ ആരാധിക്കുവാനുള്ള ശരിയായ ദിവസം ഏതാണെന്നത് പോലും ഈ ലോകത്തിന് അറിയില്ല. അവർ പെസഹ ആചരിക്കണമോ വേണ്ടയോ എന്ന് പോലും അവർക്കറിയില്ല. ദൈവത്തിന്റെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനിലേക്ക് വേഗത്തിൽ ഓടിപ്പോകുവാൻ ദൈവം നമ്മോട് പറഞ്ഞു. എന്നാൽ അവിടേക്ക് ഓടിപ്പോകുവാൻ സിയോൻ എവിടെയാണെന്ന് അവർ അറിയേണ്ടതല്ലേ? അവർക്ക് സിയോൻ എന്താണെന്ന് പോലും അറിയില്ല. അതിനു കാരണം അവർ ചുറ്റുമുള്ളവർ പറയുന്നത് അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്.
തൽഫലമായി ശബ്ബത്താണോ അതോ ഞായറാഴ്ച ആരാധനയാണോ ശരിയായത്, അല്ലെങ്കിൽ ക്രിസ്തുമസാണോ അതോ പെസഹായാണോ സത്യമെന്ന് പൂർണ്ണമായും അറിയാതെ അവർ ഇപ്പോൾ മരണത്തിന്റെ പാതയിലൂടെ അന്ധമായി നടക്കുന്നു. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സത്യത്തിലൂടെ നാം പോയി എല്ലാവരെയും പഠിപ്പിക്കുകയും സത്യത്തെ അറിയുവാൻ അവരെ നയിക്കുകയും ചെയ്യത്തക്ക വിധം അവിടുന്ന് അവിടുത്തെ ഹിതം നമ്മെ പഠിപ്പിച്ചു. ദീർഘകാല അല്ലെങ്കിൽ ഹ്രസ്വകാല ദൗത്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുന്നത് വളരെയധികം സന്തോഷകരവും ആവേശകരവുമാണ്. പോകുവാനുള്ള നമ്മുടെ കാരണം എന്താണ്? അവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കുവാനും സഹായിക്കുവാനും നമ്മൾ പോകേണ്ടതല്ലേ? ദൈവത്തിന്റെ പുതിയ ഉടമ്പടിയുടെ ജീവന്റെ സത്യം അവർ അറിയുവാൻ നാം അവരെ സഹായിക്കുവാൻ പോകുന്നു. നാം പിതാവിനെയും മാതാവിനെയും പുതിയ ഉടമ്പടിയെയും സിയോണിനെയും കുറിച്ച് പ്രസംഗിക്കുന്നു. ഇതെല്ലാം അവരെ പഠിപ്പിക്കുവാനും അറിയിക്കുവാനും അല്ലേ നാം ലോകത്തേക്ക് പോകുന്നത്? മർക്കോസ് 16 മത്തായി അധ്യായം 28 വാക്യം 18 നോക്കിയാൽ മിണ്ടാതിരിക്കുവാൻ ദൈവം ഒരിക്കലും നമ്മോട് പറയുന്നില്ലെന്ന് വ്യക്തമാണ്. പകരം അവിടുന്ന് നമ്മോട് എന്താണ് കൽപ്പിച്ചത്? പൊയ്ക്കൊള്ളുക എന്ന് അവിടുന്ന് പറഞ്ഞു. അതിനാൽ ഇത് ആഭ്യന്തരമായാലും അന്തർദേശീയമായാലും നാം പോകണം. അവർ നമ്മിലേക്ക് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാതെ നാം അവരുടെ അടുത്തേക്ക് പോകണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചെന്നു അവരെ സ്നാനം കഴിപ്പിൻ എന്ന് യേശു പറഞ്ഞു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പഠിപ്പിക്കലുകൾ നാം എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മനുഷ്യരാശിയും സത്യമറിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതിനാൽ നാം അവരെ സത്യം പഠിപ്പിക്കേണ്ടതല്ലേ? കുരിശ് ഒരു വിഗ്രഹമാണോ അതോ സഭയിലെ ഒരു വിശുദ്ധ വസ്തുവാണോ? ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയുവാൻ കഴിയാത്തവരും മറ്റുള്ളവരെ അന്ധമായി പിന്തുടരുന്നവരുമായവർക്ക് നാം പോയി അവരുടെ ആത്മീയ കണ്ണുകളും ചെവികളും വിവേകമുള്ള ഹൃദയവും തുറക്കണം. നാം ഇത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് 1 തിമോഥെയോസ് അധ്യായം 2 എഴുതിയിരിക്കുന്നു. നമുക്കു ചുറ്റുമുള്ള ഈ ലോകത്തെ നോക്കിയാൽ സ്വർഗീയ പിതാവിന്റെയും മാതാവിന്റെയും നാമം പോലും അറിയാത്ത എണ്ണമറ്റ ജനങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് കാണുവാൻ സാധിക്കും. സത്യം അറിയുവാനും അവരെ നയിക്കുവാനും നമുക്കു ദൈവത്തിൽ വിശ്വസിക്കാം എന്ന് അന്ധമായി നിർബന്ധിക്കുന്നതിനെക്കുറിച്ചല്ല, ഈ സത്യം അവരെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. സഭകളൊന്നും സ്ഥാപിക്കപ്പെടാത്ത ചില പ്രദേശങ്ങൾ ഇപ്പോഴും ഉണ്ട്. പ്രവാചകന്മാരോ അംഗങ്ങളോ ഇല്ലാത്ത സഭകളുമുണ്ട്. ബൈബിളിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ വേഗത്തിൽ പോകണം. നമുക്ക് അത്തരം സ്ഥലങ്ങളിലേക്ക് വേഗം പോവുകയും സ്വർഗീയ പിതാവിനെയും മാതാവിനെയും കുറിച്ച് പ്രസംഗിക്കുകയും ജീവന്റെ വാർത്ത പങ്കുവയ്ക്കുകയും സ്വർഗരാജ്യം നിലവിലുണ്ടെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലോകമെമ്പാടും കവിഞ്ഞൊഴുകും. നമുക്ക് റോമർ 10 അധ്യായം 14 വാക്യം നോക്കാം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? വാക്യം 14 ഇങ്ങനെ ചോദിക്കുന്നു, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? എന്താണത് പറയുന്നത്? ഈ ഭൂമിയിൽ ജനിക്കുകയും ഒരു തവണ പോലും ദൈവത്തിന്റെ നാമം കേൾക്കാതെ മരിക്കുന്നവരുടെ ആത്മാവിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ എത്ര നിർഭാഗ്യവാന്മാരായിരിക്കണം! ആ ആത്മാവ് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏറ്റവും നിർഭാഗ്യവാനായി മാറും. അതുകൊണ്ടാണ് ദൈവം നമ്മെ അയക്കുന്നത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ.
1 തിമോഥെയോസ് അധ്യായം 2 വാക്യം 4-ൽ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യം അറിയുവാനും ദൈവം ആഗ്രഹിക്കുന്നുവെന്നെഴുതിയിരിക്കുന്നു. മനുഷ്യരാശി മുഴുവൻ സത്യമറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ശബ്ബത്തും പെസഹയും പുതിയ ഉടമ്പടിയും മൽക്കീസേദെക്കിന്റെ ക്രമവും ക്രിസ്തു അൻസംഘോങ്ങിനെയും പുതിയ യെരൂശലേം സ്വർഗീയ മാതാവിനെയും കുറിച്ചുള്ള സത്യങ്ങളും നാം അവരെ പഠിപ്പിക്കണം. ഇതാണ് അവിടുത്തെ ഇഷ്ടം എന്ന് ബൈബിളിലൂടെ ദൈവം നമ്മെ അറിയിക്കുന്നു. ബൈബിൾ കാണാതെയും ദൈവത്തിന്റെ നാമം ഒരിക്കൽ പോലും കേൾക്കാതെയും ഈ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന എത്ര പേരുണ്ടാകും? മറ്റു ചില വ്യക്തികൾ ദൈവവചനം പ്രസംഗിക്കപ്പെടാത്ത ഒരു പട്ടണത്തിലാണ് ജീവിക്കുന്നത്. ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സാഹചര്യമാണ്. ഒരു പട്ടണത്തിൽ ദൈവത്തെ അറിയുന്ന 10 20 താഴെ ആളുകളുണ്ടെങ്കിൽ ആ പട്ടണത്തിൽ ഞങ്ങൾ സുവിശേഷം പൂർണ്ണമായി പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ അത് അസ്വീകാര്യമല്ലേ? നാം അവരെ തനിച്ചാക്കാതെ അവരെ സുവിശേഷം അറിയിക്കുന്നതിൽ നമ്മുടെ പങ്ക് നിർവഹിക്കണം. നിങ്ങൾ ഈ രാജ്യത്തായാലും വിദേശത്തായാലും എവിടെയായിരുന്നാലും ദൈവം നമുക്ക് നൽകിയ സത്യം നിങ്ങൾ പങ്കുവയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരുവനിൽ എനിക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കും? ആരെങ്കിലും എന്നോട് പ്രസംഗിക്കാതെ എനിക്ക് എങ്ങനെ കേൾക്കാനാകും? റോമർ 10 അധ്യായം 14 വാക്യത്തിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ ഈ യുഗത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ ഉണർത്തുന്ന ഒരു സുപ്രധാന പഠിപ്പിക്കലാണ്. നമുക്ക് റോമർ 1 അധ്യായം 16 വാക്യം നോക്കാം. റോമർ 1 അധ്യായം 16 വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്കു ലജ്ജയില്ല. എന്താണ് അത്? വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഈ സുവിശേഷം എന്നത് സദ്വാർത്തയാണ്. ഈ സുവിശേഷം നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. അതിനാൽ ഇത് ദൈവത്തിന്റെ ശക്തിയോടെ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷമായി മാറണം. ആരുടെയും സ്വന്തം കഴിവിനാലല്ല സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷവരുത്തുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. അതിനാലാണ് ഈ സുവിശേഷത്തിന്റെ ശക്തിയെ സംഗ്രഹിക്കുമ്പോൾ പാപത്തിന്റെയും മരണത്തിന്റെയും ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സുവിശേഷം എന്താണ് ചെയ്യുന്നത്? ആ ചങ്ങലകൾ തകർക്കുവാനും അവരെ സ്വതന്ത്രമാക്കുവാനും അതിന് ശക്തിയുണ്ട്. ഈ സുവിശേഷത്തിലൂടെ കുടുംബങ്ങൾ, വ്യക്തികൾ, ജാതികൾ, രാജ്യങ്ങൾ പോലും രൂപാന്തരപ്പെടുന്നു. ഈ മാറ്റം കൊണ്ടുവരുവാനുള്ള ശക്തി സുവിശേഷത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ദൈവം നമുക്ക് അത്തരമൊരു ചരിത്രം കാണിച്ചു തന്നത്. ഈ ശക്തമായ സുവിശേഷം നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജനങ്ങളെയും ശിഷ്യരാക്കുവേൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കുവേൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവേൻ എന്ന് പറഞ്ഞു. ഈ സുവിശേഷം പഠിപ്പിക്കുന്നതിലൂടെയും പ്രസംഗിക്കുന്നതിലൂടെയും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കു പോലും രൂപാന്തരപ്പെടാനാകും. ദൈവം ഈ അത്ഭുതകരമായ ശക്തിയെ സുവിശേഷത്തിലൂടെ ക്രമീകരിക്കുന്നു. സുവിശേഷത്തിലൂടെ സ്വർഗീയ പിതാവിലും സ്വർഗീയ മാതാവിലും രക്ഷയ്ക്ക് അർഹമായ ലോകത്തെ രൂപാന്തരപ്പെടുത്താനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് മത്തായി അധ്യായം 28 നോക്കാം. ഈ രൂപാന്തരീകരണ വേലയിൽ ദൈവം നമ്മെ ലോകത്തിലേക്ക് അയക്കുക മാത്രമല്ല, നമ്മെ സഹായിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് മത്തായി 28 അധ്യായം 18 വാക്യം നോക്കാം.
യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അവിടുന്ന് നമുക്ക് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് അരുളിച്ചെയ്തു. സുവിശേഷത്തിന്റെ ഈ യാത്രയിൽ നാം ഒരിക്കലും തനിച്ചായിരിക്കാത്തതിന്റെ കാരണം ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്നതാണ്. നാം തനിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നിയക്കാം, പക്ഷേ ദൈവം എപ്പോഴും നമ്മുടെ പക്ഷത്തുണ്ട്. എമ്മാവസിലേക്കുള്ള വഴിയിൽ അവിടുന്ന് 2 ശിഷ്യന്മാരോടൊപ്പം നടന്നതുപോലെ അവിടുന്ന് എപ്പോഴും നമ്മോടൊപ്പമുണ്ട്, നമ്മെ സഹായിക്കുകയും അസാധ്യമായത് സാധ്യമാക്കുകയും നമുക്കൊരു പാത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദൈവം ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു പാത ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് നോക്കാം. അതുവഴി ഇസ്രായേല്യർക്ക് അക്കടക്കുവാനും കഴിഞ്ഞു. മരുഭൂമിയിൽ ഭക്ഷണമോ ഭക്ഷണശാലകളോ ഇല്ലാതെ ദൈവം 40 വർഷത്തോളം ഓരോ ദിവസവും 6 ലക്ഷം പുരുഷന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു വലിയ വിരുന്നു നൽകി. നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരു വിവേകം നൽകുന്ന പിതാവും മാതാവും എല്ലായ്പ്പോഴും നമ്മോടൊപ്പമുള്ളതിനാൽ ഇന്ന് നമുക്ക് നമ്മുടെ സഭയുണ്ടെന്നും സുവിശേഷം ശമര്യ മുതൽ ഭൂമിയുടെ അറ്റത്തോളവും വ്യാപിക്കുന്നു. വിദേശ ദൗത്യങ്ങളിലേർപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് പ്രത്യേകിച്ചും സത്യമാണെന്ന് തോന്നുന്നു. സുവിശേഷ വേലക്കാർക്ക് കുറവുകളുണ്ടെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നുവെന്ന് വിദേശത്ത് സുവിശേഷത്തിനായി പോകുന്നവർ പറയുന്നു. കൊറിയയിലേക്ക് മടങ്ങുവാനും സ്നാനമേറ്റ പുതിയ അംഗങ്ങളെ പിരിഞ്ഞു പോകുവാൻ സമയമായപ്പോൾ അത് ഹൃദയഭേദകരമായിരുന്നു. മാത്രമല്ല, എനിക്ക് അവരിൽ നിന്ന് മാറി നിൽക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരോടുമായി അവർ പറഞ്ഞതെല്ലാം സത്യമല്ലേ? എല്ലാ മനുഷ്യരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഓരോ ആത്മാവിനെയും പൂർണ്ണ ഹൃദയത്തോടെ നയിക്കുവാനും പഠിപ്പിക്കുവാനും ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. മത്തായി അധ്യായം 28 ദൈവം നമ്മെ സുവിശേഷം പ്രസംഗിക്കുവാൻ തനിച്ചാക്കിയില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. സൈന്യത്തിലും സമൂഹത്തിലുടനീളവും ആഭ്യന്തരമായും വിദേശത്തും ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നാം എവിടെയായിരുന്നാലും ദൈവം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. മാനസാന്തരപ്പെടുവാൻ അവിടുന്ന് എപ്പോഴും പാപികളെ സഹായിക്കുന്നു. നമുക്ക് ലൂക്കോസ് 15-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് ലൂക്കോസ് 15-ാം അധ്യായം 7-ാം വാക്യം നോക്കാം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി അവിടുന്ന് എന്തു ചെയ്യുന്നു? സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൂടുതൽ സന്തോഷം ഉണ്ടാകുമെന്നത് പറയുന്നില്ലേ? 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവിടുത്തെ ഹൃദയം പ്രകടമാക്കി. അതുകൊണ്ടാണ് ശമര്യ മുതൽ ഭൂമിയുടെ അറ്റത്തോളം എല്ലാവരുടെയും രക്ഷയ്ക്കായി നാം ആവേശത്തോടെ പ്രവർത്തിക്കേണ്ടത്. ലോകത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് പ്രയോജനകരമല്ലെന്ന് കരുതുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ മടിക്കുന്നു. ദൈവം അവിടുത്തെ സ്വന്തം നേട്ടത്തിനായല്ല കുരിശ് വഹിച്ചത്. നമ്മുടെ പ്രയോജനത്തിനായി അവിടുന്ന് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചില്ലേ? ദൈവം പുതിയ ഉടമ്പടി സ്ഥാപിച്ചിട്ടില്ല, കാരണം അവിടുന്ന് അത് ആവശ്യമായിരുന്നു. ആർക്കുവേണ്ടിയാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്? പെസഹ രാത്രിയിൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിന്റെ ഉദ്ദേശ്യം അവിടുന്ന് വെളിപ്പെടുത്തി. നിങ്ങൾക്കു വേണ്ടി ചൊരിയപ്പെടുന്നു എന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ മഹത്തായ സ്നേഹം ശമര്യ മുതൽ ഭൂമിയുടെ അറ്റത്തോളം വ്യാപിപ്പിക്കുന്നതിന് നാം എല്ലാ മനുഷ്യരാശിയെയും സത്യം പഠിപ്പിക്കണം.
കൊറിയയിൽ ഇനിയും ദൈവവചനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ധാരാളം ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ അത് സ്വീകരിക്കുവാൻ അവസരം ലഭിക്കാത്ത നിരവധി ജനങ്ങൾ വിദേശത്തുമുണ്ട്. ദൈവവചനത്തിന്റെ സത്യം അവരെ ശരിയായി പഠിപ്പിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അവരുടെ ആത്മാക്കളും നിത്യസ്വർഗരാജ്യത്തിലേക്ക് നയിക്കപ്പെടും. ഈ ജീവിതം അവസാനിക്കുമ്പോൾ നാം എവിടെ പോകും? നമുക്ക് വെളിപ്പാട് അധ്യായം 7 വാക്യം 9 നോക്കാം. ഏഴാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലങ്കി ധരിച്ചു കൈയിൽ കുരുത്തോലയുമായി. അവർ എവിടെയാണ് നിൽക്കുന്നത്? സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകലദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്നു പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. ഇവിടെ ആരാണ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുക? ആർക്കും എണ്ണുവാൻ പോലും കഴിയാത്ത ഒരു വലിയ ജനക്കൂട്ടം ദൈവസിംഹാസനത്തിനു മുന്നിൽ നിൽക്കും. അനേകം ആത്മാക്കൾ മാനസാന്തരത്തിലേക്ക് വരികയും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും ചെയ്തു. നാം ദൈവത്തിന്റെ സിംഹാസനത്തിൻ മുന്നിൽ സ്തുതി അർപ്പിക്കുന്ന ഒരു മഹത്വപൂർണമായ സമയമായിരിക്കും അത്. അത് തീർച്ചയായും വരും. സുവിശേഷ വേല നിർവഹണത്തിലെ പരിശ്രമങ്ങളും അധ്വാനവും ഒരു ചെറിയ സമയത്തേക്ക് മാത്രമാണ്. ഈ പരിശ്രമങ്ങളെല്ലാം ശേഖരിക്കപ്പെടുകയും അനേകം ആത്മാക്കൾ മാനസാന്തരപ്പെടുകയും തേജസ്സിൽ പങ്കുചേരുകയും ചെയ്യും. ഈ യുഗത്തെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാം. നമുക്ക് യോഹന്നാൻ 4 അധ്യായം 35 വാക്യം നോക്കാം. ഇനി 4 മാസം കഴിഞ്ഞിട്ടു കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തല പോക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ. എന്താണ് ഇതിനകം സംഭവിച്ചത്? കൊയ്ത്തിന് വെളുത്തിരിക്കുന്നതു കാണുമെന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. 36 വാക്യം നമുക്ക് നോക്കാം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ചു സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവയ്ക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലിതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തതു കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു. അവരുടെ അധ്വാനഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ വിളവെടുപ്പിനുള്ള സമയം വന്നിരിക്കുന്നതായി മനസ്സിലാക്കുവാനാകും. ഈ നിമിഷം തന്നെ നാം കൊയ്തെടുക്കേണ്ടതിനാൽ ഈ വർഷം നാം ഇതുവരെ വിതച്ച എല്ലാ ഫലങ്ങളും ശേഖരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏഷ്യ, ആഫ്രിക്ക, ഓഷ്യാനിയ, യൂറോപ്പ്, വടക്കേ അമേരിക്ക, മധ്യ അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ, റഷ്യ, ബ്രസീൽ, കൊറിയ എന്നിവിടങ്ങളിലുടനീളം നാം ദൈവത്തിന്റെ രക്ഷയുടെ സത്യം പൂർണ്ണമായി പ്രസംഗിക്കപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തുവാൻ സഹായിക്കണം. നാം ദൈവത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സിയോൻ മക്കളെല്ലാവരും രൂപാന്തരപ്പെടുകയും സുവിശേഷം ഉത്സാഹപൂർവ്വം പ്രസംഗിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രബോധനത്തിന്റെ ശീർഷകം നമുക്ക് ലോകത്തിലേക്ക് പോകാം എന്നതാണ്. ഇത് ഭൗതിക ലോകത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല, ശരിയല്ലേ? നാം ദൈവസ്നേഹവും അനുഗ്രഹങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള സത്യവും നമ്മോടുകൂടെ കൊണ്ടുപോകണം. പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹവും നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ പിന്തുണയും നമ്മോടൊപ്പം കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഓരോ രാജ്യത്തും നിരവധി ജനങ്ങളെ ഉണർത്തുകയും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും സത്യം പഠിപ്പിക്കുകയും ചെയ്യുവാൻ സാധിക്കും. അന്ധകാരത്തിൽ കുടുങ്ങിയവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇന്നത്തെ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൃപ ലഭിച്ചുവെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.